ഈ വർഷത്തെ ലേലത്തിലേക്ക് മുംബൈ പോയപ്പോൾ മാനേജ്മെന്റ് അവരുടെ കോർ ടീമിനെ അതുപോലെ തന്നെ നിലനിർത്തുകയാണ് ഉണ്ടായത്. രോഹിത്, ഹാർദിക്, ബുംറ, സൂര്യ, തിലക് വർമ്മ തുടങ്ങി 5 പേരെ നിലനിർത്തുകയും ശേഷം 18 താരങ്ങളെ ലേലത്തിൽ നിന്ന് ടീമിലെത്തിക്കുകയുമാണ് മുംബൈ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഈ വർഷം കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കേണ്ട ടീമുകളിൽ ഒന്നാണ് നിലവിൽ മുംബൈ ഇന്ത്യൻസ്. ടീമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അവരുടെ എക്സ്പ്ലോസീവായ ബാറ്റിംഗ് യൂണിറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. രോഹിത്, തിലക്, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ ഒരു കോർ ബാറ്റിംഗ് ലൈനപ്പിനൊപ്പം നമൻദീർ, റോബിൻ മിൻസ്, വിൽ ജാക്സ് തുടങ്ങിയ താരങ്ങൾ കൂടി എത്തുമ്പോൾ ഏതൊരു ബൗളിങ്ങിനെയും തരിപ്പണമാക്കാൻ കെൽപ്പുള്ള എക്സ്പീരിയൻസും യുവത്വവും എംഐ നിരയിൽ ഇത്തവണയുണ്ട്. പൊള്ളാട് പോയ ശേഷം ഒരു പ്രോപ്പർ ഫിനിഷറെ ഹാർദിക്കിന് കൂട്ടായി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നൊരു പോരായ്മ ഇപ്പോഴും ടീമിൽ നിലനിൽക്കുന്നുണ്ട്. അവിടേക്ക് റോബിൻ മിൻസ് അല്ലെങ്കിൽ ബെവൻ ജേക്കബ്സ് തുടങ്ങി ഏതെങ്കിലും ഒരു യങ്സ്റ്ററെ ഉപയോഗിക്കാനായിരിക്കും എംഐ ഇത്തവണ ശ്രമിക്കാൻ സാധ്യതയുള്ളത്. ഇതല്ലാതെ വേറെ കാര്യമായ ഓപ്ഷൻസ് എംഐക്ക് ഉള്ളതായി തോന്നുന്നില്ല. സ്പിൻ നിരയിലേക്ക് വന്നാൽ മിച്ചൽ സാന്നർ, കരൺ ശർമ്മ, മുജിബുൾ റഹ്മാൻ തുടങ്ങിയവരാണ് മുംബൈക്ക് അവൈലബിൾ ആയിട്ടുള്ള താരങ്ങൾ. ഫാസ്റ്റ് ബോളേഴ്സിനെ കൂടുതലായും ഡിപ്പെൻഡ് ചെയ്യാൻ മുംബൈ പോകുമ്പോൾ മിച്ചൽ സാന്നറാണ് ഇതിൽ ബെറ്ററായ ഓപ്ഷനായി തോന്നുന്നത്. ടീമിന്റെ ഫാസ്റ്റ് ബോളിംഗ് വെറൈറ്റിയാണ് മറ്റൊരു പോസിറ്റീവായി തോന്നുന്നത്. 2021 ശേഷം പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള ദീപക് ചഹർ, ട്രെന്റ് ബോൾട്ട് തുടങ്ങി പന്ത് 2 വശത്തേക്കും സ്വിംഗ് ചെയ്യിപ്പിക്കുന്ന ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ, മിഡിൽ ഓവേഴ്സിലും പവർ പ്ലേയിലും പന്തെറിയാൻ പറ്റുന്ന ഹാർദിക്, ഡെത്ത് ബോളിംഗ് സ്പെഷ്യലിസ്റ്റായി ബുംറ തുടങ്ങിയ ഒരു പേസ് നിര വരുമ്പോൾ ടൂർണമെന്റിലെ തന്നെ ബെസ്റ്റ് ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് എംഐയുടെ കയ്യിലാണ് ഉള്ളത് എന്നാണ് തോന്നുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരുവിധം നല്ല ബാലൻസ് ഉള്ള സ്റ്റാർട്ടിംഗ് 11 കളത്തിൽ കൊണ്ടുവരാൻ എംഐക്ക് പറ്റും. ടീമിന്റെ ചില പോരായ്മകൾ നോക്കുകയാണെങ്കിൽ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ തവണത്തെയും പോലെ തന്നെ അത്ര പ്രോമിസിംഗ് ആയി ഇത്തവണ കാണപ്പെടുന്നില്ല. ഇന്ത്യൻ ഓപ്ഷനായ കരൺ ശർമ്മ കഴിഞ്ഞ 4 സീസണുകളായി മീഡിയോക്കർ പെർഫോമൻസുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. സാന്നർ കഴിഞ്ഞ 5 സീസണുകളിൽ കളിച്ച 18 മത്സരത്തിൽ നിന്ന് 28 ആവറേജിൽ 15 വിക്കറ്റുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. മുജീബും IPLൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് നടത്തിയിട്ടില്ല. സോ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സ് എങ്ങനെ മത്സരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് കണ്ടറിയേണ്ട ഒന്നാണ്. ഇതുകൂടാതെ ബെഞ്ച് സ്ട്രെങ്ത് ആണ് മറ്റൊരു പോരായ്മയായി തോന്നുന്നത്. കാരണം ഓൾറെഡി റിട്ടേൺ ചെയ്ത 5 താരങ്ങൾക്ക് വേണ്ടി വൻ തുക മുംബൈ മുടക്കിയതുകൊണ്ട് ഇവർക്ക് വേണ്ട പ്രോപ്പർ ബാക്കപ്പുകൾ ലേലത്തിൽ നിന്നും നേടിയെടുക്കാൻ ടീമിന് സാധിച്ചിട്ടില്ല. ബുംറയ്ക്ക് ആദ്യ 2 ആഴ്ചയിലെ മത്സരങ്ങൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഡെത്ത് ബോളിംഗിലേക്ക് പരിഗണിക്കാൻ പറ്റിയ മറ്റൊരു ബാക്കപ്പ് ഓപ്ഷൻ മുംബൈ നിരയിൽ കാണുന്നില്ല. ബാറ്റിംഗിലും ഇതുതന്നെയാണ് അവസ്ഥ. കോർ താരങ്ങളെ ഓവറായി ഡിപ്പെൻഡ് ചെയ്ത് കളിക്കേണ്ട അവസ്ഥയാണ് മുംബൈക്കുള്ളത്. ഇതിൽ ആർക്കെങ്കിലും പരുക്കോ മോശം ഫോമോ വന്നിട്ടുണ്ടെങ്കിൽ ടീമിന്റെ ബാലൻസ് മൊത്തത്തിൽ ഇത് നശിപ്പിക്കും. ടീമിന്റെ ഒരു മേജർ കൺസേൺ ആയി തോന്നുന്നതും ഇത് തന്നെയാണ്. എംഐയുടെ ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് 11 നോക്കുകയാണെങ്കിൽ രോഹിത്, വിൽ ജാക്സ് അല്ലെങ്കിൽ റിക്കൾട്ടൺ ഓപ്പണിംഗ്, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, റോബിൻ മിൻസ്, ഹാർദിക് പാണ്ഡ്യ, മിച്ചൽ സാന്നർ, ദീപക് ചഹർ, ബോൾട്ട്, കരൺ ശർമ്മ, ബുംറ തുടങ്ങിയ ഒരു ടീമാണ് എംഐക്ക് ബെസ്റ്റായി തോന്നുന്നത്. ബുംറ അവൈലബിൾ അല്ലാത്ത മത്സരങ്ങളിൽ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറായ രാജ്ബാവ ലോവർ ഓർഡറിലേക്ക് എത്തിയേക്കാനും ആദ്യ മത്സരത്തിൽ ഹാർദിക് ഇല്ലാതിരിക്കുമ്പോൾ റിക്കൾട്ടൺ ഓപ്പണിംഗും വിൽ ജാക്സ് മിഡിൽ ഓർഡറിലും എത്താനുമാണ് സാധ്യതയുള്ളത്.